രൂപനഗരത്തിന്റെ മഹാരാജൻ വിജയിക്കട്ടെ. വിക്രമദേവ മഹാരാജൻ വിജയിക്കട്ടെ. രൂപനഗരത്തിന്റെ മഹാരാജൻ വിജയിക്കട്ടെ. വിക്രമദേവ മഹാരാജൻ വിജയിക്കട്ടെ. രൂപനഗരത്തിന്റെ മഹാരാജൻ വിജയിക്കട്ടെ. നോക്കൂ ജ്യേഷ്ഠത്തി, അതാ എല്ലാവരും പോവുകയാണ്. ഒരല്പം വേഗം ചെയ്യൂ. നിൽക്ക്. നിനക്കെത്ര തിടുക്കം എന്താണ്? ഇന്ന് നിന്റെ ജീവിതത്തിലെ സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. നിന്റെ സ്വപ്നം എന്നാൽ നമ്മുടെയും സ്വപ്നമാണ്. അല്ല, നിങ്ങൾ ഇതുവരെ തയ്യാറായില്ലേ? കൊള്ളാലോ പുത്ര. ഇന്ന് നീ ഇവനെ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയത്. ഇനി പുറപ്പെട്ടോളൂ. എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്. വേഗം പോയിക്കോളൂ. ഇന്ന് നാം നമ്മുടെ അധികാര കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തുവാൻ പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ നാം ഈ രാജ്യസഭ വിളിച്ചു കൂട്ടിയത്. ഇനിയുമേറെ വൈകേണ്ടതില്ല മഹാരാജൻ. കേവലം പ്രജകൾ മാത്രമല്ല, ഞങ്ങളും അങ്ങയുടെ പ്രഖ്യാപനം കേൾക്കുവാൻ അക്ഷമരാണ്. നാം പ്രഖ്യാപനം നടത്തുവാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അതിനു മുൻപ് നമുക്കൊരു ആജ്ഞ ലഭിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുള്ളതെല്ലാം തന്നെ നാം അക്ഷരം പ്രതി ഈ രാജ്യസഭയ്ക്ക് മുന്നിൽ വായിച്ചു കേൾപ്പിക്കുന്നതാണ്. നാം ആ നിർദ്ദേശം സ്വയം വായിച്ചിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് രൂപനഗരത്തിലെ സിംഹാസനത്തിന്റെ അനന്തരാവകാശിയാകുന്നത് നമ്മുടെ പുത്രൻ കുമാരദേവൻ. എന്ത് സംഭവിച്ചു മഹാരാജൻ? കിരീടത്തിന്റെ അടുത്ത അവകാശി മറ്റൊരാളാണ്. അങ്ങ് എന്താണ് ഈ പറയുന്നത് മഹാരാജൻ? നാമല്ല, ആദിദേവൻ. ആദിദേവനാണ് നമുക്ക് നിർദ്ദേശം നൽകിയത്. അത് തന്നെയാണ് നാം പറയുന്നത്. അങ്ങ് ഈ പറയുന്നതിന്റെ അർത്ഥം? ആദിദേവൻ അങ്ങനെ എന്താണ് പറഞ്ഞത്? രൂപനഗരത്തെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മുതിർന്നതാരാണോ അവരെ രാജാവാക്കേണ്ടതാണ്. ഈ കിരീടത്തിന്റെ അനന്തരാവകാശി രാജകുമാരി രൂപവതിയാണ്. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? രൂപവതിയോ? ഈ രൂപവതിയെ അങ്ങ് സിംഹാസനത്തിൽ ഇരുത്തുവാൻ ആഗ്രഹിക്കുകയാണോ? നാം കേവലം യുഗപുരുഷൻ ആദിദേവന്റെ ആജ്ഞ പാലിക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ വാസ്തവത്തിൽ ആദിദേവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആജ്ഞ മുതിർന്ന സന്താനത്തെ അനന്തരാവകാശിയാക്കണമെന്നാണ്. ഇവിടുത്തെ മുതിർന്ന സന്താനമായിരിക്കുന്നത് ഒരു പുരുഷനല്ല, സ്ത്രീയാണ്. അതുപോലെ ഈ കുടുംബത്തിലെ മുതിർന്ന സന്താനം രൂപവതിയാണ്.
അതുപോലെ ആദിദേവന്റെ നിർദ്ദേശമനുസരിച്ച് രൂപവതി തന്നെയാണ് ഈ കിരീടത്തിന്റെ അവകാശിയാകുന്നത്. ഒരു സ്ത്രീക്ക് രാജ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ശത്രു സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നതിന് ഒരു ശക്തിശാലിയായ യോദ്ധാവിനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും കാലം ഈ രൂപനഗരത്തിൽ അധികാരം സ്ഥാപിച്ചു പോരുന്നത്. ഇത്തവണയും അത് തന്നെ സംഭവിക്കും. പിതാശ്രീ, അങ്ങ് എന്തോ പിഴവ് ചെയ്യുകയാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. ഈ സിംഹാസനത്തിന് യോഗ്യനായ ഒരേ ഒരു അനന്തരാവകാശി മാത്രമാണുള്ളത്, കുമാരൻ. ഇല്ല, നമുക്ക് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല. ആദ്യം നാമും ഇത് തന്നെയാണ് ചിന്തിച്ചത്. എന്നാൽ നാം നിസ്സഹായനാണ്. ഇതുവരെ പുരുഷന്മാർ രാജാവായതിനൊരു കാരണമുണ്ട്. ഇതുവരെയുള്ള എല്ലാ മുതിർന്ന സന്താനങ്ങളും പുരുഷന്മാരായിരുന്നു. എന്നാൽ ഇത്തവണ മുതിർന്ന സന്താനം നീയാണ് രൂപവതി. അതുകൊണ്ട് നിന്നെ ഈ രാജ്യത്തിന്റെ അനന്തരാവകാശിയാക്കി മാറ്റുന്നതല്ലാതെ നമ്മുടെ പക്കൽ മറ്റു മാർഗമില്ല. അപ്പോൾ അങ്ങ് ആദിദേവന്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുമെന്നാണോ? അറിഞ്ഞുകൊണ്ട് ദുർബലയായ കുമാരിയുടെ കരങ്ങളിൽ അങ്ങയുടെ രാജ്യം ഏൽപ്പിക്കുമെന്നാണോ? എങ്കിൽ ഈ രൂപനഗരത്തിന് അന്ത്യം സംഭവിക്കുന്നതാണ്. ഈ ആജ്ഞ അനുസരിക്കാൻ സാധിക്കില്ല.